ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മു ആൻഡ് മീ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇത്തവണത്തെ ഓണം സാരിയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ. ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് നാളത്തെ ആഗ്രഹമായ സ്വന്തമായി ഹാൻഡ് പെയിൻറ്റ് ചെയ്ത ഒരു സാരി അത് ഇത്തവണയാണ് ഫൈനലി സംഭവിച്ചത്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം തന്നെ ഞാൻ എൻ്റെ സാരിയിലേക്ക് വേണ്ട ഡിസൈൻ പെൻസിൽ വെച്ച് വരച്ചു കൊടുക്കുകയാണ്. അത് ആക്ച്വലി ഇതിങ്ങനെ ട്രേസ് ചെയ്യണതാണ് കേട്ടോ. അതിൻ്റെ താഴെ ഞാനൊരു കാർഡ് ബോർഡിൽ വരച്ചിട്ട് അതാണ് ഈ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസ് ഓൾവേസ് അമ്മുക്കുട്ടിയാണ് എൻ്റെ ഹെൽപ്പർ. എന്ത് കാര്യം ഉണ്ടെങ്കിലും കുപ്പിന്ന് വന്ന് ഭൂതത്തെ പോലെയാണ്. അമ്മു അത് വേണം, അമ്മു ഇത് വേണം, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി, കൈ കൊണ്ട് തരും. ആ കാണുന്നതാണ് കേട്ടോ ഞാൻ സാരിയിൽ വരയ്ക്കാൻ ഉദ്ദേശിച്ചേക്കുന്ന ഡിസൈൻ. അപ്പോൾ വിചാരിച്ച ഡിസൈൻ ഞാൻ ആദ്യം എൻ്റെ ടാബിലൊന്ന് വരച്ച് കളർ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും ഔട്ട്പുട്ട് എന്ന് അറിയാൻ വേണ്ടി. അത് റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ പെയിൻറ്റ് ചെയ്യൽ തുടങ്ങിയേക്കുന്നത്. സോ എൻ്റെ തീം ഇത്തവണ ലോട്ടസ് ആണ്. അപ്പോൾ അതാണ് ആദ്യം ഞാൻ ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഒന്ന് കൊടുത്തു. പിന്നെ പയ്യെ ഒരു വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് അതിന് ഷാഡോ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇത് ഈ പറഞ്ഞ പോലെ ഒരൊറ്റ ദിവസത്തെ കൊണ്ട് നടക്കില്ല കേട്ടോ. കാര്യം നമ്മളുടെ കയ്യിൽ ഈ പ്രൊഫഷണലി ചെയ്യാവുന്ന സംഗതികളും സെറ്റപ്പുകളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലെ കലാപരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭയങ്കര വിശപ്പായിരുന്നു. എണീറ്റ് പോകാൻ മടിയായത് കാരണം അപ്പോഴും ആസ് ഓൾവേസ് നമ്മുടെ അമ്മുക്കുട്ടി ഓൺ ഡ്യൂട്ടി. അവൾ വേഗം എനിക്ക് ബിസ്ക്കറ്റൊക്കെ എടുത്ത് വായിൽ വെച്ച് തന്ന് അങ്ങനെ കുറച്ച് വിശപ്പൊന്ന് അടങ്ങി. പിന്നെ ദേ വീണ്ടും അതിൻ്റെ പണിപ്പുരയിലേക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇപ്പോൾ ദേ നമ്മൾ കാണുന്നതാണ് ഫ്ലവറിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. പിന്നെ ലീഫും കൂടെ വരച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ കഴിയും. മാക്സിമം നമുക്ക് ഒരു ദിവസം 2 ഡിസൈൻ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പ്രൊഫഷണലി ചെയ്യാനുള്ള സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിലില്ല. ഞാൻ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് അങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ വരയുടെ 2ാം ദിവസമാണ് കേട്ടോ. വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ സിനിമ കാണുമോ, പാട്ട് പാടുമോ, പാട്ട് കേൾക്കുമോ, അതാണ് എൻ്റെ വിനോദം. ഇനി കുറച്ച് നേരം നിങ്ങളെ ഞാൻ വെറുപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ വല്ലാണ്ട് വെറുപ്പിച്ചോ? ആക്ച്വലി ഇത് ഇടാൻ വേണ്ടിയിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. അത് ഞാനിങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ഫ്ലോയിൽ അങ്ങ് പാടിപ്പോയതാ. എഡിറ്റ് ചെയ്യാൻ നേരത്തെ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടെ എൻ്റെ ഈ കഴിവും കൂടെ അറിയിച്ചു തരാമെന്ന്. അത്രേ ഉള്ളൂ. എന്തായാലും വെറുപ്പിച്ചെങ്കിൽ സോറി കേട്ടോ. അങ്ങനെ വരയുടെ 3ാം ദിവസം കഴിഞ്ഞു, 4ാം ദിവസമായി. 4ാം ദിവസം ഫൈനലി ഞാൻ എൻ്റെ ബ്ലൗസും കൂടെ ചെയ്ത് പരിപാടി തീർത്തു. പിന്നെ ഒരു ദിവസം കൂടി ഉണ്ടായിട്ടോ. നമ്മുടെ അമ്മൂസിൻ്റെ പട്ടുപാവാടയിൽ ഞാൻ ട്വൈനിങ്ങിന് വേണ്ടി ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി. അതാണ് ഞാനിപ്പോൾ ക്ലിപ്സ് ആഡ് ചെയ്തത്. എന്തായാലും എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം മീ ആൻഡ് അമ്മുക്കുട്ടി.